മാനിഫെസ്റ്റേഷൻ എങ്ങനെ നിങ്ങൾക്ക് ആകർഷണം ഉപയോഗിച്ചിട്ട് ലോട്ടറിയെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതൊരു സക്സസ് സ്റ്റോറിയാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. ദാനത്തിലൂടെ നമുക്ക് എത്ര വലിയ കാര്യങ്ങളിൽ നേടാൻ പറ്റുന്നുള്ളത്. ആദ്യമേ തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുക. അതിനുശേഷം ഞാൻ ഇതെങ്ങനെയാണ് നടക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയാം. ആദ്യമേ തന്നെ നമുക്ക് വോയിസ് ക്ലിപ്പിലേക്ക് കടക്കാം. നമസ്കാരം അനുവൻ സർ. എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി നന്ദി പറയുന്നു. ദാനത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ ഷെയർ ചെയ്യാണ്. ഒത്തിരി വലിയൊരു ദാനത്തിൻ്റെ കഥയോ അങ്ങനെയൊന്നുമല്ല, എന്നാലും എന്നെ സമയത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവം തന്നെയാണിത്. കാരണം ഞാൻ ഇങ്ങനെ ഈ ലോട്ടറി എടുക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. ശരിക്കും അത് അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഉച്ച സമയം ആയിരുന്നു. അപ്പോൾ ഉച്ച സമയമൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വളരെ പ്രായമുള്ള ഒരു അപ്പൂപ്പൻ, നല്ല പ്രായമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വെയിലത്ത് നിന്ന് ഇങ്ങനെ ലോട്ടറി ഇങ്ങനെ വിൽക്കുവാണ്. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു, ഇത്ര വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ ലോട്ടറി വിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഈ സമയത്ത് ഇത്രയും പ്രായമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് ചോദിച്ചു, ലോട്ടറി എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പക്ഷേ എനിക്കെന്തോ എടുക്കണമെന്നൊരു തോന്നൽ ഇങ്ങനെ വന്നു. പ്രത്യേകിച്ചൊന്നും എനിക്ക് ലോട്ടറിയോടുള്ള അങ്ങനെ അതടിക്കും അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിൽ കൂടെ ആ സമയം പോയില്ല. ജസ്റ്റ് അദ്ദേഹത്തിനെ മേടിച്ചേക്കാം എന്നൊരു തോന്നൽ വന്നു. പക്ഷെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ടിക്കറ്റ് വേണമെന്നൊന്നും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ സമയം മുഖത്തൊരു ക്ഷീണം, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നൊരു തോന്നലൊന്നുകൊണ്ട് അങ്ങനെ കൊടുത്ത്, ഓക്കെ ചേട്ടൻ വെച്ചോ അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ടിക്കറ്റ് എന്തായാലും മോള് കൈ വെച്ചോ എന്ന് പറഞ്ഞ് തന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി പോന്നു. പക്ഷെ ഞാൻ പിന്നെ അതെൻ്റെ പേഴ്സിൽ വെച്ചല്ലാതെ അത് നോക്കാൻ ശ്രമിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പക്ഷെ ഓർത്ത് അടുത്ത ദിവസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, അതിൻ്റെ റിസൾട്ടിൻ്റെ നോക്കിയായിരുന്നോ നീ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മറന്നേ പോയായിരുന്നു ആ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഒരു എന്താ പറയുക, അത്ഭുതം എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച ഒരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് 5,000 റുപ്പീസ് പ്രൈസ് ഉണ്ടായിരുന്നു ആ ലോട്ടറിക്ക്. ഒരു 100-150 രൂപ കൊടുത്ത് നമ്മൾ കൊടുത്തൊരു കാര്യം, അതും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് മേടിച്ചത് പോലുമല്ല. എൻ്റെ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഒരു ലോട്ടറിയാണത് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഉദ്ദേശിച്ചെടുത്തതല്ല. അത് ഹെൽപ്പ് ചെയ്യണം എന്നൊരു ചെറിയ ഹെൽപ്പ് എന്ന് വെച്ചാൽ വലിയൊരു ദാനം ഒന്നും പറയാനൊന്നും ഇല്ല അതിനകത്ത്. എന്നാലും അപ്പം തോന്നി, സ്പോണ്ടേനിയസ് ആയിട്ട് ഓക്കെ അപ്പം എൻ്റെ നിന്ന് എടുത്തേക്കാൻ തോന്നി, അതെടുത്തു. പക്ഷെ 5,000 റുപ്പീസ് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അത് ഞാൻ ഭയങ്കര ഷോക്ക്ഡായിരുന്നു അത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, അയ്യോ നമ്മളത് ഉദ്ദേശിച്ച് പോലും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊരു ചെറിയ മാനിഫെസ്റ്റേഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായത്. കാരണം നമ്മളൊരു ചെറിയ കാര്യം നമ്മൾ സെൽഫ്ലെസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ചൊരു തോട്ടൊന്നും എനിക്ക് ആ സമയം ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങ് കൊടുത്തു പോന്നു. പക്ഷേ നമ്മൾ മറന്നാലും പ്രപഞ്ചം അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് വേയിൽ നമുക്ക് അത് തിരിച്ചു തരും. ചിലപ്പം ഉടനെ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷെ ഡെഫിനറ്റായിട്ടും അത് വരും. ഇപ്പോഴായാലും സാറിൻ്റെ ടെക്നിക്സ് ഉപയോഗിച്ച് ചെറിയ വലുതും ആയി ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാർ ഈ പറഞ്ഞു തരുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഇതൊക്കെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിലുണ്ടാകുന്ന മെൻ്റൽ ബ്ലോക്ക്സ് എല്ലാം മാറുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ നമ്മളിലേക്ക് കാര്യങ്ങൾ വരുന്നു. കാരണം കുറേയൊക്കെ നമ്മുടെ മെൻ്റൽ ബ്ലോക്സ് ആണ് നമുക്ക് വരാനുള്ളതിനെ തടയുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു തരുന്ന ഈ ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ ബ്ലോക്സ് മാറുകയാണ്. ശരിക്കും വളരെ സയൻറ്റിഫിക്കായ ഒരു ടെക്നിക്സാണ് എല്ലാം തന്നെ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ സയൻറ്റിഫിക്കാണ്, ഹൈലി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ഇതെനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ കോഴ്സിന് ചേർന്ന് ഇത് ചെയ്യുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ
വരുന്നുണ്ട്, മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അതെല്ലാം ഒരു അത്ഭുതമാണ്. നമ്മുടെ ഉള്ളിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പവറിനെ ഇപ്പോൾ സാറിൻ്റെ ഈ ടെക്നിക്സ് ഉണർത്തുകയും യൂണിവേഴ്സിനോട് അത് നമ്മൾ ശരിക്കും യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു ഇണക്കം, നമ്മുടെ ആ ഒരു സ്നേഹം അത് പുറത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഇങ്ങനൊരു കോഴ്സിൽ ചേർന്നത്. സാറിൻ്റെ ഇത് ഒരു എന്താ പറയേണ്ട, നമ്മൾ റൈറ്റ് സിറ്റുവേഷനിൽ റൈറ്റായിട്ടുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാകും. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മുടെ ചിന്താ രീതികൾ മാറും. എന്നെ സംബന്ധിച്ചോളം ഈ ലോട്ടറിയുടെ കാര്യം എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാക്കിയത്. കാരണം പ്രതീക്ഷിക്കാതെ എടുത്തു, പ്രതീക്ഷിക്കാതെ തന്നെ അത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്തു. ആ ഒരു എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാറിന് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ ഉള്ള അല്ലെങ്കിൽ കോഴ്സ് പഠിക്കാൻ പോകുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അവരുടെ എല്ലാവരുടെയും ഡ്രീംസ് നടക്കട്ടെ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, അവരുടെ എല്ലാം മനസ്സ് ആ ഒരു ദൈവീകത കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വോയിസ് അയച്ച ആ വ്യക്തിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സക്സസ് സ്റ്റോറി നിരവധി പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഏകദേശം 3-4 വീഡിയോസിലായി ദാനം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. പല കോടീശ്വരന്മാരും ദാനം ബില്യൺ കണക്കിന് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ഇത് കൊടുത്താലേ തിരിച്ച് കിട്ടുന്നുള്ളത്. നമ്മൾ ദാനമായിട്ട് ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടർ അങ്ങനെ എന്ത് രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി അയച്ചെന്ന വ്യക്തി ചെയ്ത കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ ലോട്ടറി എടുത്തത് പൈസ ലഭിക്കാനല്ല, നേരെ മറിച്ച് ഒരു ദാനം എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ തന്നെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കാതെ മീൻസ് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 10 മടങ്ങായിട്ട് വരും. എനിക്ക് ഏകദേശം ഇതേപോലത്തെ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് 1000 രൂപ 2000 രൂപയിൽ അടിച്ചിട്ടുണ്ട്. 5000 രൂപ ഇതുവരെ അടിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ ഒരു വ്യക്തിക്ക് സഹായിക്കുന്നത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അറിവ് പകർന്നു നൽകുന്നത് അതിൻ്റെ 10 മടങ്ങായിട്ട് വരും. അത് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കർമ്മഫലത്തിൽ ഒട്ടിക്കിടക്കാതെ കർമ്മം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവില്ല. ദൈവത്തിൽ അർപ്പിച്ച് തന്നെ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഇരിക്കുന്നത്. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് കിട്ടുന്നില്ല ഇതെന്താ പെട്ടെന്ന് നടക്കാത്ത എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാന്ന്. നമ്മളെപ്പോഴും ഒരു കർമ്മം ചെയ്ത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ ലെറ്റ് ഇറ്റ് ഗോ കൊടുക്കുന്ന എന്താ ഗുണം വരിക എന്ന് വെച്ചാൽ നമ്മൾ അത് കൂടുതൽ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അതോടൊപ്പം തന്നെ നെഗറ്റീവ് ആവുകയോ ചെയ്യില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കുക. റിലേഷൻഷിപ്പിലെല്ലാം തന്നെ ഇത് നല്ലതാണ്. കാരണം പലരും ഈ പ്രണയബന്ധങ്ങളെല്ലാം തന്നെ കൂടുതൽ അതിൽ പോസസ്സായിട്ട് പല സൗഹൃദങ്ങളും താരുന്നുണ്ട്. അവളെ എന്നോടാണ് സംസാരിക്കേണ്ടത്, അവൻ എന്നോട് മാത്രമാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ഒരു പൊസസീവ്നെസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബന്ധങ്ങളും ലോട്ടറി മാനിഫെസ്റ്റേഷനിലെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങുന്നത് എന്നും കൂടി എഴുതി വെക്കുകയാണെങ്കിൽ ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂടുന്നതായിരിക്കും. കാരണം പണം നമ്മളിലേക്ക് വരും, പക്ഷേ പണം കൊണ്ട് കാര്യമില്ല, പണം കൊണ്ട് വസ്തുക്കളും കാര്യങ്ങളാണല്ലോ വാങ്ങുന്നത്. നിങ്ങളെപ്പോഴും ഡ്രീം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സൊസൈറ്റിക്ക്, ഈ സമൂഹത്തിന്, അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നൽകുക എന്നുള്ളതും കൂടി എഴുതി വെക്കേണ്ടതാണ്. പലരുടെയും ഡ്രീംസ് എന്ന് വെച്ചാൽ സെൽഫ് സെൻറ്റേർഡാണ്. അതായത് എനിക്ക് ജോലി വേണം, എനിക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണം, എനിക്ക് പണം വേണം. അതുമാത്രമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ 4 ഫാമിലിയിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരിക്കലും ഡ്രീം സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ സൊസൈറ്റിക്കും നമ്മുടെ നാട്ടിലെ വ്യക്തികൾക്കും ഈ സമൂഹത്തിനും എല്ലാത്തിനും ഉപരി പ്രകൃതിക്കും എന്ത് നൽകുന്നു എന്നുള്ള രീതിയിൽ പ്രകൃതിക്കായിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൃക്ഷങ്ങൾ നടുക, അങ്ങനത്തെ ഡ്രീം വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ വീട്ടിൻ്റെ അടുത്തെല്ലാം തന്നെ വൃക്ഷത്തൈകൾ വെക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്ക് ഒരു ആശ്വാസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്നറിയാലോ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇത്തരം സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് മറ്റുള്ളവർക്കൊരു പ്രതീക്ഷയായിരിക്കും, ജീവിക്കാനുള്ളൊരു പ്രതീക്ഷ.
ഇന്നത്തെ കാലഘട്ടത്തിൽ പലരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് അവരെ ഹോപ്പ്, പലരും സൂയിസൈഡ് അറ്റംപ്റ്റും എല്ലാം തന്നെ തകരുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ബിസിനസ് തകരുകയാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ചുറ്റുപാടുള്ള ആൾക്കാർ, പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ വികലാംഗരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന, അവരെല്ലാം കഴിയുന്നത് സഹായിക്കുക. അതിൻ്റെ ഇരട്ടി 10 മടങ്ങായിട്ട് നമുക്ക് യൂണിവേഴ്സ് തിരിച്ചിരുന്നുള്ള വിശ്വാസം നിങ്ങളെ മനസ്സിൽ വെക്കുക. അതോടൊപ്പം തന്നെ നിരവധി വ്യക്തികൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങളാൽ കഴിയുന്ന വിധം എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്കും ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അന്നേരം നമുക്ക് ഒരു 100 രൂപയാണ്, അതിൻ്റെ അകത്ത് ഒരു 10 രൂപയോ 5 രൂപയോ എന്തെങ്കിലും ഒരു വസ്തുക്കൾ വാങ്ങുക. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന അതേ കാര്യം തന്നെ ചിലപ്പോൾ ആ വ്യക്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് ബാർഗൈൻ ചെയ്യാതെ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പലരും ബാർഗൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സൊസൈറ്റിയെ, നല്ലൊരു സ്നേഹമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.